നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. പാലിക്കര ടോൾ പ്ലാസയിലേക്ക് DYFI നടത്തിയ മാർച്ചിൽ സംഘർഷം. $8.90 കോടി ചിലവഴിച്ച് നവീകരിച്ച ചാത്തൻ മാസ്റ്റർ റോഡ് ഉദ്ഘാടനത്തിന് പിന്നാലെ തകർന്നുവെന്നാരോപിച്ച് 2020 കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. ദേശീയപാത പേരാമ്പ്രയിൽ KSRTC സൂപ്പർഫാസ്റ്റ് ബസ് KSRTCയുടെ തന്നെ ഓർഡിനറി ബസിന് പിറകിലിടിച്ച് 14 പേർക്ക് പരിക്കേറ്റു. ചെമ്പൂച്ചിറ GHSSൽ വിജയോത്സവവും അനുമോദനവും സംഘടിപ്പിച്ചു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പറപ്പൂക്കര പഞ്ചായത്തിൽ 4,25,000 രൂപ ചിലവിൽ 5 മുട്ടക്കോഴികളെ വീതം 708 പേർക്ക് നൽകുന്ന പദ്ധതിക്ക് തുടക്കം. വാർത്തകൾ വിശദമായി. പാലിക്കര ടോൾ പ്ലാസയിലേക്ക് DYFI നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസ് വലയം ഭേദിച്ച് ടോൾ പ്ലാസ ഓഫീസിലേക്ക് കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ തടഞ്ഞതോടെ പ്രവർത്തകർ ഓഫീസ് ഉപരോധിച്ചു. പാലിയേക്കരയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് തടയാൻ ടോൾ പ്ലാസയ്ക്ക് സമീപം പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ മറികടന്ന പ്രവർത്തകർ ടോൾ ബൂത്തിലെത്തി വാഹനങ്ങൾ കടത്തിവിട്ടു. ടോൾ ബൂത്തിലെ കയറിൽ കെട്ടിയ വീപ്പകളും ഓഫീസിന് മുന്നിലെ ചെടിച്ചട്ടികളും വലിച്ചെറിഞ്ഞു. പിന്നീട് ടോൾ പ്ലാസയുടെ ഓഫീസിലേക്ക് കയറാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് ടോൾ പ്ലാസ ഓഫീസ് പ്രവർത്തകർ ഉപരോധിച്ചു. ഉപരോധ സമരം DYFI ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് RL ശ്രീലാൽ അധ്യക്ഷത വഹിച്ചു. KS സെന്തിൽകുമാർ, റോസൽ രാജ് എന്നിവർ സംസാരിച്ചു. ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ പൂർത്തീകരിക്കുക, ഗതാഗത കുരുക്ക് പരിഹരിക്കുക, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെയും ബെന്നി ബെഹന്നാൻ MPയുടെയും അനാസ്ഥ അവസാനിപ്പിക്കുക, അന്യായമായി ടോൾ പിരിവ് നിർത്തിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് DYFI ജില്ലാ കമ്മിറ്റിയാണ് ടോൾ പ്ലാസയിലേക്ക് മാർച്ച് നടത്തിയത്. 250ഓളം പ്രവർത്തകർ പങ്കെടുത്തു. ചാലക്കുടി DVSP ബിജുകുമാർ, പുതുക്കാട് SHO മഹേന്ദ്രസിംഹൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു. നാണവുമില്ലാതെ ഈ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന കമ്പനിയുടെ നേതൃത്വത്തിൽ ഇവിടെ ടോൾ പിരിവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചു, ഇതിനെതിരെ വലിയ സമരം നടത്തിയവരാണ് BJP. അവരുടെ കേന്ദ്രമന്ത്രിയാണ് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് അധികാരത്തിലുള്ളത്. കേന്ദ്രമന്ത്രി അറിയപ്പെടുന്ന സിനിമാ നടനാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമയാണ് ഭരത്ചന്ദ്രൻ IPS. ആ സിനിമയിലൂടെയാണ് അദ്ദേഹം വലിയ ഡയലോഗുകളിലൂടെ പ്രശസ്തനായിട്ടുള്ളത്. ആ സിനിമയിൽ മോഹൻ തോമസിന്റെ ഉച്ഛിഷ്ടം ഭക്ഷിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയും അയാളുടെ ഭാര്യയായ ഒരു കഥാപാത്രത്തോട് സുരേഷ് ഗോപി ചോദിക്കുന്നുണ്ട്, ഓർമ്മയുണ്ടോ ഈ മുഖമെന്ന്? ഓർമ്മയുണ്ടോ ഈ മുഖമെന്നാണ് സുരേഷ് ഗോപി ചോദിക്കുന്നത്. നവീകരിച്ച ചാത്തൻ മാസ്റ്റർ റോഡ് ഉദ്ഘാടനത്തിന് പിന്നാലെ തകർന്നു എന്നാരോപിച്ച് 2020യുടെ പ്രതിഷേധം. 8.90 കോടി രൂപ ചിലവഴിച്ച് നവീകരിച്ച ചാത്തൻ മാസ്റ്റർ റോഡ് ഉദ്ഘാടനത്തിന് പിന്നാലെ തകർന്നു എന്നാരോപിച്ച് 2020 കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. കൊടകര പുത്തുക്കാവ് ജംഗ്ഷനു സമീപം നടത്തിയ പ്രതിഷേധ സമരം 2020 പാർട്ടി ചാലക്കുടി നിയോജക മണ്ഡലം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജോർജ് മാർട്ടിൻ ഉദ്ഘാടനം ചെയ്തു. കൊടകര പഞ്ചായത്ത് കോർഡിനേറ്റർ സെബിൻ മാത്യു അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ VC ഫ്രാൻസിസ്, AP ആന്റോ, VG ജൂഡി, ജോസഫ് PD വർഗീസ് മാത്യു, പോൾ എന്നിവർ സംസാരിച്ചു. പറഞ്ഞ പോലെ തന്നെ അധ്യക്ഷൻ പറഞ്ഞ പോലെ 2 മാസത്തോളമായി പണി കഴിഞ്ഞിട്ട് 8.9 കോടി രൂപ മുടക്കി പുത്തുകാവ് മുതൽ മേത്ര വരെ
DMDC എന്ന് പറയുമ്പോൾ പൊതുവെ 20 വർഷം ഗ്യാരണ്ടിയുള്ള റോഡുകളാണ് നമ്മൾ കിഴക്കമ്പലം പോലുള്ള ടിൻറ്റിൻ്റെ ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു 2 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് റോഡിലെ സൈഡ് ഇടുകയും അതേപോലെ തന്നെ അശാസ്ത്രീയമായ കാണയുടെ നിർമ്മാണം മൂലം ഇവിടെ റോഡിലൂടെ ഒഴുകുന്ന വെള്ളങ്ങൾ വീടുകളിലേക്ക് പോകും. ഞങ്ങൾ ഇന്ന് ഈ സമരത്തിൻ്റെ പ്രതിഷേധത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് 2 മാസം മുന്നേ കൊടകര പഞ്ചായത്തിൽ ചാത്തമാസ്റ്റർ റോഡ് കുത്തുകാവ് ജംഗ്ഷൻ മുതൽ പേരാമ്പ്ര വരെയുള്ള റീടാറിങ് കഴിഞ്ഞിരുന്നു. 2 മാസത്തിനകം റോഡിൻ്റെ പല ഭാഗങ്ങളിൽ ഇടിഞ്ഞു താഴുകയും റോഡിൻ്റെ സെൻറ്ററിൽ വിള്ളൽ വീഴുകയും പല ഭാഗങ്ങളിൽ ടാറ് പൊങ്ങുകയുണ്ടായിരുന്നു. അതുപോലെ തന്നെ കാനുകളുടെ ശരിയായ പ്രവർത്തനമില്ലാത്തതുകൊണ്ട് പല വീടുകളിലേക്കും വെള്ളം ഒഴുകി റോട്ടിലൂടെ വരുന്ന വെള്ളം വീടുകളിലേക്ക് ഒഴുകിയെത്തുകയും അതിൻ്റെ ഫലമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്കുണ്ടായി. ദേശീയപാത പേരാമ്പ്രയിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം 14 പേർക്ക് പരിക്കേറ്റു. ദേശീയപാത പേരാമ്പ്രയിൽ KSRTC സൂപ്പർഫാസ്റ്റ് ബസ് KSRTCയുടെ തന്നെ ഓർഡിനറി ബസ്സിന് പിറകിലിടിച്ച് 14 പേർക്ക് പരിക്കേറ്റു. ദേശീയപാത പേരാമ്പ്രയിൽ അപ്പോളോ ടയേഴ്സിന്റെ മുൻപിൽ തിങ്കളാഴ്ച പകൽ 10:30യോടെയായിരുന്നു അപകടം. ചാലക്കുടി ഭാഗത്തു നിന്ന് തൃശൂരിലേക്ക് പോകുന്നവയായിരുന്നു 2 ബസ്സുകളും. പരിക്കേറ്റവർ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ ചികിത്സ തേടി. ആരുടെയും നില ഗുരുതരമല്ല. പെരുമ്പാവൂർ കുന്നത്തോടി നിമിഷ, വിടപ്പുഴ ഗുഡിലിൽ അബ്ദുൾ സലാം, മറ്റത്തൂർ കൊരേച്ചാൽ പാറമേക്കാടൻ രതീഷ്, കോട്ടയം സ്വദേശി നിതീഷ്, തൊടുപുഴ സ്വദേശി ജെയ്ജി, കൊടകര പുളിയാനിപ്പറമ്പിൽ സരള, വയനാട് സ്വദേശി ബേബി, കോതമംഗലം സ്വദേശി താജുദ്ദീൻ, കാതിക്കുടം സ്വദേശി ജെയ്സൺ, വിയാർപുരം രാമൻ, കണ്ണൂർ ദീപേഷ്, മൂവാറ്റുപുഴ കൃഷ്ണകുമാർ, നാട്ടിക സ്വദേശി വിനോദ്, പാലക്കാട് സ്വദേശി ഗോകുൽദാസ് എന്നിവരാണ് അപകടത്തിൽ പരിക്കേറ്റ് ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ചെമ്പൂച്ചിറ GHSS വിജയോത്സവവും അനുമോദനവും സംഘടിപ്പിച്ചു. ചെമ്പൂച്ചിറ GHSSൽ വിജയോത്സവവും അനുമോദനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PS പ്രശാന്ത് അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് അംഗം ശാന്തി ബാബു, SMC വൈസ് ചെയർമാൻ സന്തോഷ് കുന്നുമൽ, MPTA വൈസ് പ്രസിഡന്റ് സുനിത സുനിൽ, വികസന സമിതി കൺവീനർ T ബാലകൃഷ്ണൻ മേനോൻ, പ്രിൻസിപ്പൽ K സതീഷ്, പ്രധാന അധ്യാപിക K കൃപാകൃഷ്ണൻ, സീനിയർ അധ്യാപിക KG ഗീത എന്നിവർ സംസാരിച്ചു. സ്കൂളിലെ 28 ക്ലാസ് മുറികളിലേക്കായി 2 ലക്ഷം രൂപ ചിലവിൽ ഹൈസ്കൂൾ അധ്യാപിക PK അജിത വാങ്ങി നൽകിയ സൗണ്ട് സിസ്റ്റം സ്വിച്ച് ഓൺ കർമ്മം നടത്തി. ചടങ്ങിൽ ദേശീയ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയ ഹൈസ്കൂൾ അധ്യാപിക CB സുനിത ദേവിയെയും സൗണ്ട് സിസ്റ്റം നൽകിയ ഹൈസ്കൂൾ അധ്യാപികയെയും SSXC +2 USSS LSS തുടങ്ങിയ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൽ മുട്ടക്കോഴികളെ നൽകുന്ന പദ്ധതിക്ക് തുടക്കം. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൽ 4,25,000 രൂപ ചിലവിൽ 5 മുട്ടക്കോഴികളെ വീതം 708 പേർക്ക് നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി. ആദ്യഘട്ട വിതരണം പറപ്പൂക്കര മൃഗാശുപത്രിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷയായി. വാർഡ് മെമ്പർ ഷീബ സുരേന്ദ്രൻ, ഡോക്ടർ PI ജോഷി എന്നിവർ സംസാരിച്ചു. ചാലക്കുടിയുടെ പൈതൃകം എന്ന പേരിൽ വിജ്ഞാന പ്രദർശനം നടത്തും. ചാലക്കുടി നടുമുറ്റം സാംസ്കാരിക വേദി ചാലക്കുടി മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSSുമായി സഹകരിച്ച് ചാലക്കുടിയുടെ പൈതൃകം എന്ന പേരിൽ ഓണക്കാലത്ത് വിജ്ഞാന പ്രദർശനം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൊച്ചി രാജ്യത്തിന്റെ ഫോറസ്റ്റ് തലസ്ഥാനമായി ചാലക്കുടി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് ഇടവരുത്തിയ ചാലക്കുടി ട്രാംവേയുടെ ചരിത്രവും കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ ചാലക്കുടിയുടെ പേര് ഉയർത്തിപ്പിടിച്ച നടുവം കവികളുടെ ചരിത്രവും പ്രദർശനത്തിലുണ്ടായിരിക്കും. നടുവം കവികളുടെ ഓർമ്മ നിലനിർത്തുന്നതിന് ചാലക്കുടിയിൽ ആകെയുള്ളത് കവികളുടെ പേരിലുള്ള മുനിസിപ്പൽ ലൈബ്രറി മാത്രമാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ചാലക്കുടി കലാഭവൻ മണി പാർക്കിലെ പാട്ടുപുരയിൽ ചേർന്ന ഭരണസമിതി യോഗത്തിൽ പ്രസിഡന്റ് TP രാജൻ അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ വിൽസൺ മേച്ചേരി, സെക്രട്ടറി TJ ആസാദ്, S ശ്രീകുമാർ, ജോസ് പോൾ തച്ചുപറമ്പിൽ, VK രാജു, ഔസെപ്പ് മേലെടുത്ത്, CK ബാബു എന്നിവർ സംസാരിച്ചു. ചാലക്കുടിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അത് ഒരു തലമുറയുടെ വലിയൊരു സ്വപ്നമായിരുന്നു. ലോകത്തിൽ തന്നെ നല്ലൊരു തുടക്കമായിരുന്നു ട്രാംവേ എന്നുള്ള സംവിധാനം. അത് മലനിരകളിൽ നിന്ന് തീവണ്ടി ആദ്യ എഞ്ചിൻ വഴി മരങ്ങൾ ചാലക്കുടിയിൽ കൊണ്ടുവന്ന് ചാലക്കുടിയിൽ നിന്നും അത് പുറമേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനമായിരുന്നു അന്ന്. ആ ഇത് പിന്നീട് നിർത്തലാക്കപ്പെട്ടു സർക്കാരിൻ്റെ ഇടപെടലും. ഇനി ഇന്നത്തെ സ്വർണ്ണവില.
സ്വർണം ഗ്രാമിന് 9,155 രൂപ, പവന് 73,240 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ വീണ്ടും. പാലിക്കര ടോൾ പ്ലാസയിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം. $8.90 കോടി രൂപ ചിലവഴിച്ച് നവീകരിച്ച ചാത്തൻ മാസ്റ്റർ റോഡ് ഉദ്ഘാടനത്തിന് പിന്നാലെ തകർന്നുവെന്നാരോപിച്ച് 2020 കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. ദേശീയപാത പേരാമ്പ്രയിൽ KSRTC സൂപ്പർഫാസ്റ്റ് ബസ് KSRTCയുടെ തന്നെ ഓർഡിനറി ബസിന് പിറകിലിടിച്ച് 14 പേർക്ക് പരിക്കേറ്റു. ചെമ്പൂച്ചിറ GHSSൽ വിജയോത്സവവും അനുമോദനവും സംഘടിപ്പിച്ചു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പറപ്പൂക്കര പഞ്ചായത്തിൽ 4,25,000 രൂപ ചിലവിൽ 5 മുട്ടക്കോഴികളെ വീതം 708 പേർക്ക് നൽകുന്ന പദ്ധതിക്ക് തുടക്കം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.